നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഒരു RSSകാരനാണ്. ചെറുപ്പം തൊട്ട് RSSനോട് ചേർന്ന് തൻ്റെ ജീവിതം രൂപപ്പെടുത്തിയെടുത്ത ഗോവക്കാരനായ ദലിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ്. RSSൻ്റെ കാവിക്കൊടി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ വെച്ച് പൂജിക്കാൻ മാത്രം കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഗ്നോറൻസ് അഥവാ ഭരണഘടനാപരമായ അജ്ഞത ഉള്ളയാൾ. ഭരണഘടനാപരമായി സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ ആർലേക്കർ എന്ന പ്രതിസന്ധിയെ കേരളം എങ്ങനെ കൈകാര്യം ചെയ്യും? 1954 രാജേന്ദ്ര ആർലേക്കർ ഗോവയിലെ പനാജിയിൽ ജനിച്ചത്. ഗോവയിലെ വാസ്കോഡ ഗാമയിലുള്ള സെയിൻറ്റ് ജോസഫ് സ്കൂളിലും MES കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. BCom കാരനാണ്. 1989 35-ാം വയസ്സിലാണ് BJPയിലെത്തുന്നത്. അതായത് ആ കാലം വരെയും RSSൻ്റെ കോർ ലീഡർഷിപ്പിലായിരുന്നു. BJPയിൽ എത്തിയ ശേഷം പലവിധ സ്ഥാനങ്ങളും ആർലേക്കർക്ക് കിട്ടിയിട്ടുണ്ട്. ഗോവ BJP അധ്യക്ഷൻ, ഗോവയിൽ മന്ത്രിസ്ഥാനം, ഹിമാചൽ പ്രദേശ്, ബീഹാർ, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ഗവർണർ പദവി, പിന്നെ എത്രയോ അധ്യക്ഷ പദവികൾ. എന്നാൽ ഒരിക്കൽ ഗോവ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ച സമയത്ത് ദലിത് പശ്ചാത്തലമുള്ള നേതാവിനെ BJP കൈയൊഴിയുകയാണ് ഉണ്ടായത്. ജാതി വ്യത്യാസങ്ങളൊക്കെ മറന്ന് ഹിന്ദു ഒന്നാകണമെന്ന് വാദിക്കുന്ന RSSൻ്റെ യഥാർത്ഥ ബ്രാഹ്മണിസത്തിന് മറ്റൊരു ഉദാഹരണമെന്ന് മാത്രം. അലങ്കാര പദവികൾ ഇഷ്ടം പോലെയുണ്ടല്ലോ ദലിത് നേതാക്കൾക്ക് കൊടുക്കാൻ, പിന്നെന്തിനാണ് രാഷ്ട്രീയ അധികാരം? എന്നാൽ നമ്മുടെ ഗവർണർ ദലിതാണ് എന്നതിൽ കേരളീയർക്ക് അഭിമാനിക്കാം. എന്നാൽ ഇതിൻ്റെ മറുവശം കൂടി നമുക്ക് നോക്കാം. നമ്മുടെ ഗവർണർ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പുതിയ ശിവവിഗ്രഹം അനാച്ഛാദനം ചെയ്യാൻ കഴിഞ്ഞ ദിവസം പോയി. അവിടുത്തെ പ്രസംഗത്തിൽ ഈ ദലിത് നേതാവ് പറഞ്ഞത്, നമ്മുടെ അമ്പലങ്ങളോട് ചേർന്ന് സനാതനധർമ്മം പഠിപ്പിക്കാൻ പാഠശാലകളും പശുക്കളെ സംരക്ഷിക്കാൻ ഗോശാലകളും സ്ഥാപിക്കണമെന്നാണ്. അതായത് ആദ്യത്തെ ചോദ്യം, എല്ലാ മതങ്ങളെയും ആരാധനാലയങ്ങളെയും ഒരുപോലെ കാണാൻ ആവശ്യപ്പെടുന്ന ഭരണഘടനയുടെ കേരളത്തിലെ കസ്റ്റോഡിയനാണ് ഗവർണർ. ക്ഷേത്ര പരിപാടിയിൽ പങ്കെടുത്ത രാജേന്ദ്ര ആർലേക്കർക്ക് മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ മതപരമായ ചടങ്ങിന് നേതൃത്വം നൽകാൻ സാധിക്കുന്നു? ഇല്ലല്ലോ. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ ആരാധനാ ചടങ്ങിൽ ഭരണഘടനാ തലവൻ പങ്കെടുക്കുന്നത് ആർട്ടിക്കിൾ 25 പ്രകാരം ശരിയാണോ? ആ ചോദ്യം ഭരണഘടനാ വിദഗ്ധർക്ക് വിടുന്നു. ഇനിയാണ് ഗവർണർ പറഞ്ഞ കാര്യം നോക്കേണ്ടത്. സനാതന ധർമ്മം കുട്ടികളെ പഠിപ്പിക്കണം. അമ്പലങ്ങളോട് ചേർന്ന് പള്ളിക്കൂടം സ്ഥാപിച്ച് സനാതന ധർമ്മം പഠിപ്പിക്കണം. വേണമെങ്കിൽ ഗുരുകുല സമ്പ്രദായവും തിരിച്ചു കൊണ്ടുവന്നാലോ? സനാതന ധർമ്മം എന്ന് കേൾക്കുമ്പോൾ എന്തോ മഹത്തായ ധാർമ്മിക സംഹിതയാണെന്ന് തോന്നും. ഇന്ത്യൻ വർണ്ണവ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണമാണത്. ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഈ ധർമ്മ സംഹിതയാണ് ദലിതുകൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ നൂറ്റാണ്ടുകളോളം ഇരുട്ടിൽ താഴ്ത്തിയത്. സനാതന ധർമ്മത്തിനും ചാതുർവർണ്ണത്തിനുമെതിരായ ആശയ സമരങ്ങളിലൂടെയാണ് ഉത്തരേന്ത്യയിൽ ദലിത് പ്രസ്ഥാനങ്ങളും പശ്ചിമേന്ത്യയിൽ ദലിത് പാന്തർ പാർട്ടികളും ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉയർന്നു വന്നത്. ആ മനുഷ്യരുടെ ഏറ്റവും പുതിയ തലമുറകളെ തിരിച്ച് ആ ബ്രാഹ്മണിക് ഓർഡറിലേക്ക് കൊണ്ടുപോകാൻ പ്രയത്നിക്കണമെന്നാണ് നമ്മുടെ ദലിത് ആയ ഗവർണർ ദേവസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടത്. രണ്ടാമത്, പശുക്കളെ സംരക്ഷിക്കാൻ ഗോശാല ഉണ്ടാക്കണം. ബീഫ് ഇഷ്ടവിഭവമായ കേരളത്തിൽ പശു സംരക്ഷണ ഉപദേശം നൽകാൻ ഗവർണറെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അമ്പലങ്ങളോട് ചേർന്ന് ഗോശാലകൾ നിർമ്മിച്ച് പശുക്കളെ ദിവ്യരാക്കണം. ബീഫ് ഭക്ഷിക്കുന്നവർ ഹിന്ദുക്കളുടെ എതിരാളികളെന്ന നറേറ്റീവിലെത്തിക്കണം. പശുക്കളെ വളർത്തുന്നവരും വിൽക്കുന്നവരും ഭക്ഷിക്കുന്നവരും ഉൾപ്പെടുന്ന കേരളീയ സമൂഹത്തെ വിഭജിക്കണം. പശു സംരക്ഷകരെന്ന പേരിൽ ഗുണ്ടാ സംഘങ്ങളെ സൃഷ്ടിച്ച് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി വകവരുത്താൻ ഉത്തരേന്ത്യയിലെമ്പാടും നടപ്പാക്കിയ RSS അജണ്ട കേരളത്തിലും നടപ്പാക്കണം. ശ്രീ ആർലേക്കർ, താങ്കൾ കസ്റ്റോഡിയനായിരിക്കുന്ന ഭരണഘടനയുടെ മുഖ്യശില്പി ഒരു ദലിത് മഹാമനീഷിയായിരുന്നു. മഹറുകളും ചമാറുകളും ഭാംഗികളും പാസ്വാനുകളുമൊക്കെ ഉൾപ്പെട്ട ദലിത് സമൂഹം ചാണകം പെറുക്കിയും ചത്തടിഞ്ഞ പശുക്കളുടെ ജീർണദേഹങ്ങൾ നീക്കിയും അന്തസ്സുള്ള ജീവിതം നിഷേധിക്കപ്പെട്ട് കിടന്നിരുന്ന കാലത്ത് നിന്ന് അവരുടെ സാമൂഹിക ഉന്നമനത്തിൻ്റെ സമരത്തീയേന്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്ന മഹൽ നേതാവ്. ആ പേരുച്ചരിക്കാൻ പോലുമുള്ള അർഹത സ്വയം ഇല്ലാതാക്കുകയാണ് തളിപ്പറമ്പ് പ്രസംഗത്തിൽ താങ്കൾ.
എന്നാലോ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് തന്നെ ആർലേക്കറുടെ ദലിത് സ്വത്വത്തെ ആദരിക്കുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ മാർച്ച് 23-ന് ഇട്ട പോസ്റ്റ് ഞാൻ വായിക്കാം. നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി കേരളത്തിലെ ആദ്യത്തെ ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് ബഹുമാനപ്പെട്ട കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഏതാണ്ട് 8 പതിറ്റാണ്ടുകൾ എത്താറായിട്ടും ഇനിയും പരിഹാരം കാണാത്ത ദളിത് ആദിവാസി പ്രതിസന്ധികളുടെ വിശാലമായ ഭൂമികയാണ് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖ ദളിത് നേതാക്കൾ ഓരോരുത്തരായി വരച്ചിട്ടത്. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതിയിൽ ആദിവാസി വിഭാഗങ്ങൾ ഇനിയുമേറെ സഞ്ചരിക്കാനുണ്ട് എന്ന് ഉദ്ഘാടന സെഷൻ ഓർമ്മിപ്പിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ പോസ്റ്റാണ് ഞാൻ വായിച്ചത്. രാജേന്ദ്ര അർലേക്കർ തൻ്റെ RSS വിധേയത്വം പ്രകടമാക്കിയ ആദ്യത്തെ സന്ദർഭമല്ല ഭാരതാംബ വിവാദം. ബീഹാർ ഗവർണറായിരിക്കെ കഴിഞ്ഞ വർഷം ഡിസംബർ 21-ന് ഗോവയിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് വാളോ പരിചയമോ ഒന്നും എടുക്കാതെയല്ല. ധാരാളം മനുഷ്യർ തോക്കുകളും മറ്റായുധങ്ങളുമായി രംഗത്ത് വന്നപ്പോഴാണ് ഇനി ഇന്ത്യയിൽ തുടരണോ വേണ്ടയോ എന്ന് ബ്രിട്ടീഷുകാർ ആലോചിച്ചത്. 3 സവിശേഷതകൾ ഈ പ്രസ്താവനയിൽ കാണാൻ കഴിയും. 1 കോമഡി, 2 വിഡ്ഢിത്തം, 3 ഗാന്ധിജിയെ അപമാനിക്കൽ. മൂന്നാമത്തെ കാര്യത്തിൽ അന്ന് വലിയ തോതിലുള്ള പ്രതിഷേധവും ഉയർന്നു വന്നതാണ്. വാളും പരിചയമില്ലാതെ, അഥവാ ഹിന്ദിയിൽ ബിനാ ഖടക് ബിനാ ധാൽ എന്ന പ്രയോഗം അത് തന്നെ അർലേക്കർ കൃത്യമായി ഉപയോഗിക്കാൻ കാരണമുണ്ട്. അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജിയെ പ്രശംസിക്കുന്ന ഒരു പാട്ടിലെ, വളരെ പ്രശസ്തമായ ഒരു പാട്ടിലെ പ്രയോഗമാണത്. 1954 ഇറങ്ങിയ ഹിന്ദി ചിത്രം ജാഗ്രതിയിൽ ഹേമന്ത് കുമാർ ആലപിച്ച ഗാനം. ഗാന്ധിജിയല്ല സ്വാതന്ത്ര്യം നേടിത്തന്നതെന്ന് പറയാൻ മടിയില്ലാത്ത, സനാതനധർമ്മം പഠിപ്പിക്കാൻ അമ്പലങ്ങളിൽ പാഠശാലകൾ തുറക്കണമെന്ന് വാദിക്കുന്ന, അമ്പലങ്ങളോട് ചേർന്ന് ഗോശാല സ്ഥാപിച്ച് പശുക്കളെ ദിവ്യരാക്കി മാംസഭുക്കുകളെ പാപികളാക്കാനുള്ള തന്ത്രം ആലോചിക്കുന്ന തനി RSSകാരനാണ് നമ്മുടെ ഗവർണർ. ആ നിലയ്ക്ക് ഈ ഗവർണറെ നേരിടാനുള്ള വഴി ഒന്നേ ഉള്ളൂ. ഗവർണർ സനാതന ധർമ്മം പഠിപ്പിക്കാൻ പറഞ്ഞ കുട്ടികളെ നമ്മൾ ഭരണഘടന പഠിപ്പിക്കുക. ആ നിലയ്ക്കുള്ള ആദ്യ ചുവടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊണ്ടിട്ടുള്ളത്. ഗവർണറുടെ അധികാരമെന്ത്, അധികാരമില്ലായ്മയെന്ത്, ഗവർണറുടെ വലുപ്പമെന്ത്, ചെറുപ്പമെന്ത് കുട്ടികൾ പഠിക്കട്ടെ. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് അഭിവാദ്യങ്ങൾ. ആ ചടങ്ങിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കിനും ഈ പാഠം പഠിപ്പിക്കൽ.